ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സംഭവത്തിൻ്റെയോ ഓർമ്മ നിലനിർത്തുന്നതാണ് ജ്ഞാപകം. മിസ്രൈമിൽ വെച്ച് യഹോവ ഇസ്രായേൽ മക്കളുടെ ആദ്യജാതന്മാരെ സംരക്ഷിച്ചതിൻ്റെ ഓർമ്മനാളാണ് പെസഹ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 14-ാം വാക്യം. യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്ത് യോശുവ 12 കല്ല് നാട്ടിയത് യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിൻ്റെ മുമ്പിൽ 2 പിരിഞ്ഞതിൻ്റെ ജ്ഞാപകമായിരുന്നു. യോശുവ 4-ാം അധ്യായം 8-ാം വാക്യം. മഹാപുരോഹിതന്റെ ഏഫോദിന്റെ ചുമൽക്കണ്ടങ്ങളിന്മേൽ പതിച്ചിരുന്ന 2 ഗോമേതക കല്ലുകൾ ഇസ്രായേൽ മക്കൾക്കു വേണ്ടിയുള്ള ഓർമ്മക്കല്ലുകളായിരുന്നു. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യം. സംശയത്തിന്റെ ഭോജനയാഗത്തെ അപരാധ ജ്ഞാപകമായ ഭോജനയാഗം എന്ന് വിളിക്കുന്നു. സംഖ്യാപുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യം. കല്ലറകളിൽ ജ്ഞാപകസ്തംഭം നാട്ടിയിരുന്നു. 2 രാജാക്കന്മാർ 23-17. ജ്ഞാപകം എന്ന വാക്കിന് എബ്രായ ഭാഷയിൽ സേഖേർ എന്നാണ് പറയുന്നത്. പുറപ്പാട് 3-15, 30-16, ലേവ്യ പുസ്തകം 23-24, സംഖ്യാപുസ്തകം 5-15, 10-10, 15-39, 16-40, യോശുവയുടെ പുസ്തകം 4-7, എസ്രായുടെ പുസ്തകം 6-2, നെഹമ്യാവിൻ്റെ പുസ്തകം 2-20, സങ്കീർത്തനങ്ങൾ 111-4, 135-13, യെശയ്യാ പ്രവചനം 56-ാം അധ്യായം 5-ാം വാക്യം. ഈ വാക്യങ്ങളിലെല്ലാം ഈ സേഖേർ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജ്ഞാപകവാക്യം അഥവാ മാക്സിം അഥവാ മെമ്മോറബിൾ വേർഡ്സ് എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഓർമ്മിക്കേണ്ട വാക്യങ്ങൾ എന്ന അർത്ഥത്തിലാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം 22-ാം വാക്യം. സുഹൃത്തുക്കളുടെ ഉപദേശത്തെക്കുറിച്ച് ഇയ്യോബ് പറയുകയാണ്, നിങ്ങളുടെ ജ്ഞാപകവാക്യങ്ങൾ ഭസ്മവാക്യങ്ങളത്രേ, സാരാംശം ഒന്നും ഇല്ലാത്തവയാണ് അവരുടെ ഉപദേശങ്ങൾ എന്നാണ് അർത്ഥം. ജ്ഞാപക സങ്കീർത്തനം, സാം ഓഫ് റിമംബറൻസ്, 38-70 സങ്കീർത്തനങ്ങളുടെ ശീർഷകങ്ങളിൽ ജ്ഞാപക സങ്കീർത്തനം എന്ന് കാണുന്നുണ്ട്. എന്നാൽ എന്തിൻ്റെ ജ്ഞാപകമായിരിക്കണം എന്നതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്.